മനുഷ്യമാംസം കറി വെച്ച് കഴിക്കുന്ന രണ്ട് സഹോദരങ്ങൾ മടങ്ങിയെത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ ചോര മരവിച്ചു പോകുന്ന ഈ സംഭവം നടന്നത് നമ്മുടെ അയൽ രാജ്യത്താണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ലോകമിന്നും ഭീതിയോടെ മാത്രം ഓർക്കുന്ന പാകിസ്ഥാനിലെ ഭക്കർ നരഭോജികളുടെ കഥ ഒരു സിനിമാ കഥയേക്കാൾ ഭയാനകമാണ്. 2011 പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഈ ചോര മരവിപ്പിക്കുന്ന സത്യങ്ങൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. ഫക്കർ ജില്ലയിലെ ഒരു പള്ളിയിൽ 24 വയസ്സുള്ള ഒരു യുവതിയെ ഖബറടക്കി ബന്ധുക്കൾ മടങ്ങി. എന്നാൽ പിറ്റേന്ന് എത്തിയവർ കണ്ടത് തകർക്കപ്പെട്ട ഖബറാണ്. മൃതദേഹം അപ്രത്യക്ഷമായിരിക്കുന്നു. ഖബറിലെ മണ്ണ് നീക്കിയത് മനുഷ്യരാണെന്ന് വ്യക്തമായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനിടയിലാണ് ഗ്രാമവാസികളിൽ ഒരാൾ ഒരു സുപ്രധാന വിവരം നൽകുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ദൂരെ മാറി നിന്ന് അത് നിരീക്ഷിച്ചിരുന്ന മുഹമ്മദ് ആരിഫ് അലി, മുഹമ്മദ് ഫർമാൻ അലി എന്നീ സഹോദരങ്ങളെ കുറിച്ചായിരുന്നു ആ മൊഴി. ഒരാൾ കയ്യിൽ തൂമ്പയുമായി ശ്മശാനത്തിന് സമീപം നിൽക്കുന്നത് കണ്ടതായും മൊഴിയുണ്ടായിരുന്നു. സംശയത്തിന്റെ നിഴലിൽ ആരിഫിന്റെയും ഫർമാന്റെയും വീട്ടിലെത്തിയ പോലീസ് കണ്ടത് വിശ്വസിക്കാനാവാത്ത കാഴ്ചകളായിരുന്നു. വീട്ടിലാകെ അസഹനീയമായ ദുർഗന്ധം. പരിശോധനയ്ക്കിടെ ഫർമാന്റെ പൂട്ടിയിട്ട മുറി തുറന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. തലേ ദിവസം കാണാതായ യുവതിയുടെ മൃതദേഹം ഒടിച്ചു മടക്കി ആ ബാഗിൽ തിരുകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് അതിഭീകരമായ വിവരങ്ങളായിരുന്നു. ആ യുവതിയുടെ മൃതദേഹം മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ആ ശ്മശാനത്തിൽ നിന്ന് 100-ലേറെ മൃതദേഹങ്ങൾ ഇവർ കുഴിച്ചെടുത്ത് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്രേ. ജയിൽ മോചിതരായി 1 വർഷം തികയും മുൻപേ 2014 ഏപ്രിലിൽ ഇവരുടെ പുതിയ താമസ സ്ഥലത്തു നിന്ന് വീണ്ടും ദുർഗന്ധം വമിച്ചു. പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടത് പിഞ്ചു കുഞ്ഞിന്റെ അറുത്തെടുത്ത തലയാണ്. മുറിയിലാകെ ചോര തളം കെട്ടിയിരുന്നു. ഇത്തവണ ജനങ്ങളിൽ ഭീതി വിതച്ചതിന് ഭീകരവിരുദ്ധ നിയമം ചുമത്തി കോടതി ഇവർക്ക് 12 വർഷം കഠിന തടവ് വിധിച്ചു. 12 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആ സഹോദരങ്ങൾ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് മടങ്ങിയെത്താൻ സമയമായിരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ലോകത്തെ വേട്ടയാടുന്നു. അവർ ചെയ്ത ക്രൂരതകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം മനോരോഗമായിരുന്നു? അതോ അതിലും ഭീകരമായ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ അവർ ഇന്നും ഒളിപ്പിക്കുന്നുണ്ടോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങിയെത്തുമ്പോൾ അടുത്ത ഇര ആരായിരിക്കും?